എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്ലാസ് പ്ലസ് വണ്ണിൻ്റെ ഹ്യൂമാനിറ്റീസിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ടെക്സ്റ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു പോയിന്റ് പോലും മാർക്ക് പോവില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു മെറ്റീരിയലാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ള ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, എക്സൽ, എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊരു മാക്സിമം നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിന് പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങളും പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു പോയിന്റ് പോലും ഒരു ഭാഗത്തുനിന്നും വിട്ടുപോകില്ല, അത് ഉറപ്പ് പറയാണ്. എത്ര വലിയ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഡാറ്റ. ഓക്കെ, ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, എക്സെട്ര. ഓക്കെ, ഡാറ്റ ഡിനോട്ട്സ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, എക്സെട്ര. അടുത്തത് ഇൻഫർമേഷൻ എന്താണ്. അതായത് അവിടെ നോക്കാം, ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ എ meaningful way. We get a clear cut idea about these facts and figures. This is known as information. Okay, ഇതാണ് ഇൻഫർമേഷൻ എന്നറിയപ്പെടുന്നത്. Data is arranged in meaningful way. We get a clear cut idea about these facts and figures. This is known as information. Okay, it is a meaningful and processed form of data. It is a meaningful and processed form of data. Okay, processed form of data. അപ്പോൾ ഇവിടെ 2 പോയിന്റ്സാണ് നമ്മൾ നോക്കിയത്. ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, എക്സെട്ര. ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ എ മീനിങ്ഫുൾ വേ. വി ഗെറ്റ് ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദീസ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ദിസ് ഇസ് നോൺ ആസ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. സിമിലർ ടു റോ മെറ്റീരിയൽ, കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്, ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. അതായത് ഇവിടെ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. റോ മെറ്റീരിയൽ പോലെയാണ് ഇത് വരുന്നത്. ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ളതും പ്രിസൈസ് ആയിട്ടുള്ള ഒരു സെൻസ് നമുക്ക് കിട്ടില്ല. ഇനി ഇൻഫർമേഷൻ ആണെങ്കിൽ പ്രോസസ്ഡ് ഡാറ്റയാണ്. സിമിലർ ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പോലെയാണ്. ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. അതായത് നോളജ് ആഡ് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും സഹായിക്കും. ക്ലിയർ ആൻഡ് മീനിങ്ഫുൾ. ഓക്കെ, ഇനി ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ്? ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ഒരു മിനിറ്റ് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. അതായത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, ആ ഒരു ഡാറ്റയിൽ അതായത് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ റിസൾട്ടാണ് ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഈ ഫിഗർ കണ്ടല്ലോ, ഈ ഫിഗറിൽ ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 ഇതിനെയൊക്കെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, ഇനി ഡാറ്റ പ്രോസസ്സിങ്ങിന് അതായത് ഈ ഡാറ്റ പ്രോസസ്സിങ്ങിന് 6 സ്റ്റേജസ് ആണ് വരുന്നത്. ക്യാപ്ചറിങ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസ്സിങ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഈ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിത് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നില്ല. ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ നന്നായിട്ട് നോക്കി വെക്കാം. 6 സ്റ്റെപ്സാണ് പ്രോസസ്സിങ്ങിനുള്ളത്. ക്യാപ്ചറിങ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഡാറ്റ, പ്രോസസ്സിങ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഈ പ്രോസസ്സിങ്ങിൻ്റെ ഡാറ്റ ക്യാപ്ചറിങ്ങും ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നോക്കി വെക്കുക. ഇനി അടുത്തത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടേഴ്സ് ഡിഫറെൻറ്റ് സൈസിലും ഷേപ്പിലും പെർഫോമൻസിലും കോസ്റ്റിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സെയിം ആണ്.
അപ്പോൾ ഈ മോഡൽ ഏത് ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ വോൺ ന്യൂമാനാണ് ഈ ഒരു മോഡൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് ഈ ബേസിക് സ്ട്രക്ചർ, കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ വോൺ ന്യൂമാനാണ്. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനും കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റും ആണ്. ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് സം ഫങ്ഷണൽ യൂണിറ്റ്സ് നെയിംലി ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത്രയുമാണ് ജോൺ വോൺ ന്യൂമാൻ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിലുള്ളത്. ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഈച്ച് ഓഫ് ദിസ് യൂണിറ്റ് ഈസ് അസൈൻഡ് ടു പെർഫോം പർട്ടിക്കുലർ ടാസ്ക്. അതായത് ഇതിൽ ഓരോ യൂണിറ്റും ഓരോ പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് വരുന്നത്. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ടിലേക്ക് കൊടുക്കും. അത് ഇവിടെ ഈ ഒരു CPU-ൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. CPU-ൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും രജിസ്റ്റേഴ്സും. പിന്നെ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് വരുന്നുണ്ട്. അതായത് ആവശ്യമുള്ള ഡാറ്റ അവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഇൻഫർമേഷൻ റിസൾട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻപുട്ട് യൂണിറ്റ്? ദാറ്റ് കളക്റ്റഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദിയർ പ്രോസസ്സിംഗ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് യൂണിറ്റ്. അതായത് ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഈ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ്. ദേ ആർ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. സ്റ്റോറേജ് യൂണിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദ ഡാറ്റ മേ ബി ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് നമ്പേഴ്സ്, ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ. എന്തൊക്കെയാണ് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം? നമ്പർ കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം, ഇമേജ് കൊടുക്കാം, ഓഡിയോ കൊടുക്കാം, വീഡിയോ കൊടുക്കാം. ഇങ്ങനെ വെറൈറ്റി ഓഫ് ഡിവൈസസ് അവൈലബിൾ ആണ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്ക്, digital camera, etc. are commonly used input devices. In short, the functions performed by input unit as follows. അതായത് ഈ ഇൻപുട്ട് യൂണിറ്റിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്? accepts instructions and data from the outside world, converts these instructions and data to form acceptable to the computer, supplies converted instructions and data to the computer for processing. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിൻ്റെ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ accepts instructions and data from the outside world, converts these instructions and data to form a acceptable to the computer, supplies the converted instructions and data to the computer processing. അടുത്തത് രണ്ടാമത്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറാണ്. ഒരു ഹ്യൂമൻ ബോഡിയിൽ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ബ്രെയിനാണ്. അതുപോലെ തന്നെയാണ് ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് CPU-ലാണ്. ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓപ്പറേഷൻസ് ഫോർ അതർ യൂണിറ്റ്സ് ഇൻ ദ കമ്പ്യൂട്ടർ. ഓക്കെ, അതായത് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പാർട്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. ദ ഫങ്ഷൻസ് ഓഫ് CPU ആർ പെർഫോംഡ് ബൈ 3 കമ്പോണൻസ്. ഈ CPU-ൻ്റെ ഫങ്ഷൻസ് 3 കമ്പോണൻസ് ആണ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും, കൺട്രോൾ യൂണിറ്റും, രജിസ്റ്റേഴ്സും. ഓക്കെ, അപ്പോൾ CPU-ൽ എന്തൊക്കെയാണുള്ളത്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഓക്കെ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ALU എന്ന് പറയുന്നത് എന്താണ്? ALUവിൻ്റെ ഫുൾ ഫോം എന്താണ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ആക്ച്വൽ ഓപ്പറേഷൻസ്, അതായത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ALUവിലാണ്. ഇതിലെന്തൊക്കെയാണ് ചെയ്യുന്നത്? കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, അതായത് കമ്പാരിസൺസ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ALU ആണ്. The data and instructions are stored in the storage unit as transferred to the ALU and processing takes place in it. Immediate results produced by the ALU are temporarily transferred back to the storage and are retrieved later when needed for further processing. അതായത് ഇവിടെ ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ എന്താവും? സ്റ്റോറേജിലേക്ക് തന്നെ തിരിച്ചു പോകും. അത് ആവശ്യമുള്ളപ്പോൾ, ആ റിസൾട്ടുകൾ ആവശ്യമുള്ളപ്പോൾ തിരിച്ച് ALUവിലേക്ക് വരും. Thus, there is a data flow between storage and the ALU many times before the entire processing is completed. അതായത് ആ ഒരു പ്രോസസ്സിങ് മൊത്തം കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ALU സ്റ്റോറേജും തമ്മിൽ എന്താവും? കുറേ അധികം ഡാറ്റ ഫ്ലോ ഉണ്ടാവും. അടുത്തത് കൺട്രോൾ യൂണിറ്റ് ആണ്. Each of the function units has its own function, but none of these will perform the function until it is asked to. അതായത് ഓരോ ഫങ്ഷൻ യൂണിറ്റിനും ഓരോ ഇതുണ്ട്, അതായത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകളുണ്ട്. പക്ഷെ അതൊന്നും സ്വന്തമായിട്ട് ചെയ്യില്ല. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ
ചെയ്യുള്ളൂ. അപ്പോൾ ദിസ് ടാസ്ക് ഇസ് അസൈൻ ടു ദ കൺട്രോൾ യൂണിറ്റ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യണം അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻ യൂണിറ്റ്സും ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന കൺട്രോൾ യൂണിറ്റാണ്. ആ ടാസ്ക്കാണ് ഇതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് ദ അതർ യൂണിറ്റ്സ് ടു ടേക്ക് ചാർജ് ഓഫ് ദ ഓപ്പറേഷൻ ദേ ആർ അസോസിയേറ്റഡ് വിത്ത്. അതായത് ഓരോന്നിനും അതിൻ്റേതായ ഓപ്പറേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഏതാണ്? കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇത് മനുഷ്യനിലുള്ള പോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. that manages and coordinates all other units of the computer. It obtains instructions from the program stored in the memory, interprets the operation and issues signal to the unit concerned in the system to execute them. അതായത് ഇത് ഈ മെമ്മറിയിലുള്ള പ്രോഗ്രാംസ് ആക്സസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ഓപ്പറേഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ യൂണിറ്റിനും കൺസേൺഡ് യൂണിറ്റിനും സിഗ്നൽസ് കൊടുക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രജിസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് CPU. അതായത് CPU ഫങ്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്റ്റോറേജ് എലമെൻറ്റ്സ്, ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദർ ആർ എ വെറൈറ്റി ഓഫ് രജിസ്റ്റേഴ്സ്. Each is designed to store unique items like data, instruction, memory, address, results, etc. Okay. അടുത്തത് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദ കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് യൂണിറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ബിഫോർ ആക്ച്വൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന, അതായത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് യൂണിറ്റ് വഴി വരുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. അത് ആക്ച്വൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഓർ റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ പ്രോസസ്സിങ് ആർ ഓൾസോ സ്റ്റോർഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻഫർമേഷനും ഡാറ്റയും എന്ത് ചെയ്യും? ഇൻഫർമേഷനും റിസൾട്ടുകളും എന്ത് ചെയ്യും? ഈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യും. ബിഫോർ ട്രാൻസ്ഫറിങ് ടു ദ ഔട്ട്പുട്ട് യൂണിറ്റ്. അതായത് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ സ്റ്റോർ ചെയ്യുന്നതും ആരാണ്? ഈ സ്റ്റോറേജ് യൂണിറ്റാണ്. മോർ ഓവർ ദ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, അതായത് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഇഫ് എനി മസ്റ്റ് ഓൾസോ ബി സ്റ്റോർഡ് ഇൻ ഫോർ ഫർദർ പ്രോസസ്സിങ്. ദ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ സെർവ്സ് ഓൾ ദീസ് പേർപ്പസസ്. അതായത് ഈ സ്റ്റോറേജ് യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഒരു ഡാറ്റ അത് പ്രോസസ്സിങ്ങിന് മുന്നേ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കും. ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ആ ഇൻഫർമേഷനും റിസൾട്ടുകളും സ്റ്റോർ ചെയ്ത് വെക്കും. ഇൻ ഷോർട്ട്, ദ സ്പെസിഫിക് ഫങ്ഷൻ ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് ആർ ഹോൾഡ് ഓർ സ്റ്റോർ. ഓക്കെ, അതായത് ഇതിലെന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഫോർ ഓൺ ഗോയിങ് പ്രോസസ്, ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിംഗ് ബിഫോർ റിലീസിംഗ് ടു ദ ഔട്ട്പുട്ട് യൂണിറ്റ്. ദ സ്റ്റോറേജ് യൂണിറ്റ് കംപ്രൈസ് ഓഫ് രണ്ട് ടൈപ്സ് ആണ് വരുന്നത്. പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. ഓക്കെ, പ്രൈമറി സ്റ്റോറേജ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് പ്രൈമറി സ്റ്റോറേജ് ആണ്. ഇത് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. റാൻഡം ആക്സസ് മെമ്മറി എന്നും റീഡ് ഓൺലി മെമ്മറി എന്നും. ഓക്കെ, റാം ഹോൾഡ്സ് ഇൻസ്ട്രക്ഷൻസ്, ഡാറ്റ ആൻഡ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിംഗ്. അതായത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഡാറ്റ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നത് റാം ആണ്. ഇറ്റ് ഓൾസോ ഹോൾഡ്സ് ദ റീസെൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് റിസൾട്ട്സ് ഓഫ് ദ ജോബ് ഡൺ ബൈ ദ കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ ഒരു റീസെൻ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത റിസൾട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും റാമാണ്. റോം കണ്ടെയ്ൻസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ ഓഫ് കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് റോം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ക്യാൻ ഡയറക്റ്റ്ലി ആക്സസ് ദ മെയിൻ മെമ്മറി അറ്റ് എ വെരി ഹൈ സ്പീഡ്. അതായത് ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൈമറി മെമ്മറി ഡയറക്റ്റായിട്ട് ഹൈ സ്പീഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ഹാസ് ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇത് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. ഇനി സെക്കൻഡറി സ്റ്റോറേജ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ്. ഓക്സിലറി സ്റ്റോറേജ് എന്നറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ടേക്സ് കെയർ ഓഫ് ലിമിറ്റേഷൻസ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്. അതായത് പ്രൈമറി സ്റ്റോറേജിനുള്ള ലിമിറ്റേഷൻസ് ഇത് ഓവർകം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് എ ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇതിന് ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ടേക്സ്
സെക്കൻഡറി സ്റ്റോറേജിന് ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് പെർമനൻ്റ് ആണ്. യൂഷ്വലി വി സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ദ സെക്കൻഡറി സ്റ്റോറേജ്, ബട്ട് വി ഹാവ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് എക്സ്പ്ലിസിറ്റ്ലി ഫോർ ദിസ്. ഹാർഡ് ഡിസ്ക്, CD, DVD, മെമ്മറി സ്റ്റിക്സ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇനി ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ the information obtained after data processing is supplied to the outside world through the output unit in a human readable form. അതായത് മനുഷ്യന് വായിക്കാൻ അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുക. അത് ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊടുക്കുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. മോണിറ്റർ ആൻഡ് പ്രിൻ്റർ ആർ കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? മോണിറ്ററും പ്രിൻ്ററും ആണ്. ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഔട്ട്പുട്ട് യൂണിറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ്. അതായത് നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റിസീവ്സ് ദ റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ CPU ഇൻ കോഡഡ് ഫോം, converts these coded results to human readable form, supplies the results to the outside world. Computer as a data processor. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ഈ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. കമ്പ്യൂട്ടർ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ ഡിസൈൻഡ് ടു ആക്സെപ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, perform arithmetic and logical operations on the data according to a set of instructions and output the result or information. ഓക്കെ, അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. അത് ഡിസൈൻ ചെയ്തിട്ടുള്ള എന്തിനാണ്? ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട്, അതായത് ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ലോജിക്കൽ ഓപ്പറേഷൻസും അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ചെയ്തിട്ട് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ് ഇവിടെ പറയുന്നത്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. സ്പീഡ്. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ് ഓർ ഇൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ഇറ്റ് ക്യാൻ ഡു ഇൻ എ മിനിറ്റ് ആസ് മച്ച് വർക്ക് ആസ് എ മാൻ ഡു ടേക്കിംഗ് മന്ത്സ് ആൻഡ് ഇയേഴ്സ്. അതായത് ഒരു മനുഷ്യൻ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ചെയ്യുന്ന വർക്ക് ഒരു മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അത്രയും സ്പീഡ് കമ്പ്യൂട്ടറിനുണ്ട്. അതായത് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ആക്യുറസി. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് എ വെരി ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. ബൈ ആക്യുറസി വി മീൻ ഫ്യൂവർ എറേഴ്സ് ഇൻ ഔട്ട്പുട്ട്. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ എററിൽ ഔട്ട്പുട്ട് അത്രയും പ്രിസിഷനായിട്ട് അത്രയും കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. ഡിലിജൻസ്. സിൻസ് കമ്പ്യൂട്ടർ ഇസ് എ മെഷീൻ ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ ലോങ് അവേഴ്സ് അൺടയറിംഗ്ലി. അതായത് ഡിലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനാണെങ്കിൽ കുറച്ച് സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മടുപ്പ് വരും. പക്ഷേ ഈ കമ്പ്യൂട്ടർ ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ അവിടെ ടയർനെസ് അല്ലെങ്കിൽ മടുപ്പില്ല, അല്ലെങ്കിൽ ക്ഷീണമില്ല. അൺലൈക്ക് ഹ്യൂമൻ ബീയിങ്സ് ഇറ്റ് വിൽ നോട്ട് ഷോ എനി ഇമോഷൻ ഓർ ഡിസോബേ യു. അതായത് എന്തെങ്കിലും മനുഷ്യരെ പോലെ ഒരു ഇമോഷനോ അല്ലെങ്കിൽ ഡിസോബേയോ ഒന്നും ചെയ്യില്ല. ഹെൻസ് കമ്പ്യൂട്ടേഴ്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ റുട്ടീൻ ജോബ്സ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ റുട്ടീൻ ജോബ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മടുപ്പ് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരേപോലുള്ള വർക്കുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേഴ്സാറ്റിലിറ്റി. കമ്പ്യൂട്ടേഴ്സ് can be used to perform many different kinds of processing tasks. It is general purpose data processing machine. അതായത് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോസസ്സിംഗ് ടാസ്കിന് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ വേഴ്സാറ്റിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂജ് മെമ്മറി. കമ്പ്യൂട്ടർ ഹാസ് എനോമസ് മെമ്മറി കപ്പാസിറ്റി. ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് മെമ്മറി ഫോർ പ്രോസസ്സിംഗ്. ദ സ്റ്റോറേജ് കപ്പാസിറ്റി ക്യാൻ ഓൾസോ ബി ഇൻക്രീസ്ഡ് ആസ് പെർ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇനി ഇതിന് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് IQ. മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് കമ്പ്യൂട്ടർ ഹാസ് സൂപ്പർ ഹ്യൂമൻ ക്യാപ്പബിലിറ്റീസ്. ഹൗവർ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. എ കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഹാവ് നാച്ചുറൽ ഇൻ്റലിജൻസ് ആസ് ഹ്യൂമൻസ് ഹാവ്. അതായത് മനുഷ്യന്മാർക്കുള്ളതുപോലെ ഇൻ്റലിജൻസ്, നാച്ചുറലായിട്ടുള്ള ഇൻ്റലിജൻസ് ഇല്ല, അല്ലെങ്കിൽ IQ ഇല്ല കമ്പ്യൂട്ടറിന്. അടുത്തത് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. അതായത് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. കമ്പ്യൂട്ടർ കനോട്ട് ഡിസൈഡ് ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പൊസസ് ഇൻറ്റ്യൂട്ടീവ് കപ്പാബിലിറ്റീസ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്. അതായത് ഒരു സിറ്റുവേഷനിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ കമ്പ്യൂട്ടറിന് ഇല്ല എന്ന് പറയുമ്പോൾ, അതായത് മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെ അത്രയും പ്രിസൈസായിട്ട്, അതായത് ഈ
അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഹ്യൂമൻസിനെ പോലെ കമ്പ്യൂട്ടേഴ്സിന് പറ്റില്ല. ഇനി ഡാറ്റ റെപ്രസെൻറ്റേഷൻ, അതായത് നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ത് ലാംഗ്വേജാണ്? ബൈനറി ലാംഗ്വേജാണ്. അതായത് കമ്പ്യൂട്ടറിന് 0s and 1s മാത്രമേ മനസ്സിലാവുള്ളൂ. അതായത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ പ്രോസസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സച്ച് ആസ് നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്, ഇമേജസ്, ഓഡിയോസ് ആൻഡ് വീഡിയോസ്. We know that computer is an electronic device functioning on the basis of two states, on and off. അതായത് 0 and 1 എന്നുള്ള ആ ഒരു രീതിയിലാണ്. അതിവിടെ ഓൺ എന്ന് പറയുമ്പോൾ 1ഉം ഓഫ് എന്ന് പറയുമ്പോൾ 0യും. All electronic circuits have two states, open and closed. The two-state operation is called binary operation. അതിനാണ് ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Hence the data given to computer should also be in binary format. In this section, we will discuss various methods for representing different types of data in a digital computer. Computer uses fixed number of bits to represent a piece of data. അതായത് ഒരു പീസ് ഓഫ് ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വിച്ച് കുഡ് ബി എ നമ്പർ, ഒരു നമ്പർ ആവാം, ക്യാരക്ടർ ആവാം, ഇമേജ് ആവാം, ഓഡിയോ ആവാം, വീഡിയോ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻറ്റേർണലി ടു റെപ്രസെൻറ്റ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, representation of numbers can be classified into integer numbers and floating point numbers. Integer are whole numbers or fixed point numbers without any fractional part. A floating point number or a real number is a number with fractional part. These two numbers are treated differently. There are three methods for representing integer number in a computer, in computer memory. They are sign and magnitude representation, first complement representation and second complement representation. ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആസ്കി ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായതുകൊണ്ട് മാത്രം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ട പോർഷൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. Okay, as in the case of numbers, there are different schemes or codes to represent characters. Some of them are discussed in the section. അതായത് ഇവിടെ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആസ്കിയാണ് വിച്ച് സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. 7 ബിറ്റാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദ ആസ്കി റെപ്രസെൻറ്റേഷൻ ഹാസ് ബീൻ അഡോപ്റ്റഡ് ആസ് എ സ്റ്റാൻഡേർഡ് ബൈ ദ US ഗവൺമെൻറ് ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി accepted. A unique integer number is assigned to each character. അതായത് ഒരു ഇൻറ്റിജർ നമ്പറാണ് ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ദിസ് നമ്പർ ഈസ് കോൾഡ് ആസ്കി കോഡ്. അതായത് ഈ നമ്പറിനെയാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്. ദ കോഡ് ഓഫ് ദാറ്റ് ക്യാരക്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ബൈനറി ഫോർ സ്റ്റോറിങ് ഇൻ മെമ്മറി. ഫോർ എക്സാമ്പിൾ, ആസ്കി കോഡ് ഫോർ എയിനുള്ള ആസ്കി കോഡാണ് 65. ഇറ്റ്സ് ബൈനറി ഇക്വാലൻ്റ് എന്ന് പറയുന്നത് 7 ബിറ്റാണ്. അതായത് 1 0 0 5 0യും 1. ഓക്കെ, സിൻസ് ദർ ആർ എക്സാക്ട്ലി 128 യൂണിക് കോമ്പിനേഷൻസ് ഓഫ് 7 bits, ദിസ് 7-bit കോഡ് ക്യാൻ റെപ്രസെൻറ്റ് ഓൺലി 128 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ആസ്കിയിൽ എത്ര ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 128 ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 7 ബിറ്റ് കോമ്പിനേഷനാണ് എന്തിൽ വരുന്നത്, ആസ്കിയിൽ വരുന്നത്. അതുപോലെ തന്നെ 128 ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഓക്കെ, അനദർ വേർഷൻ ഓഫ് ആസ്കി is ASCII 8, also called extended ASCII, which uses 8 bits for each character that can represent 256 different characters. അതായത് 256. ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ASCII 8. ഇത് എത്ര 8 ബിറ്റ്സ് ആണ് വരുന്നത്. 256 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ്കിയിൽ എന്തൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? 7 ബിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ 128 ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇനി ആസ്കീൻ്റെ എക്സ്റ്റൻഡ് പുതിയൊരു വേർഷൻ അല്ലെങ്കിൽ മറ്റൊരു വേർഷനാണ് ആസ്കി 8. ഇതിൽ 8 ബിറ്റാണ് വരുന്നത്. 256 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ്കി കോഡ് ഈസ് ഇനഫ് ടു റെപ്രസെൻറ്റ് ഓൾ ദ സ്റ്റാൻഡേർഡ് കീബോർഡ് ക്യാരക്ടേഴ്സ്. അതായത് എല്ലാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കീബോർഡ്സ് ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്കി മതിയാവും. അടുത്തത് എബ്സിഡിക് ആണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ
എക്സ്റ്റൻഡഡ് ബൈനറി കോഡ്, ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോംസ് എല്ലാ എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒന്നിൻ്റെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ദിസ് ഇസ് സിമിലർ ടു ASCII ആൻഡ് ഈസ് ആൻ 8-bit used in computers manufactured by ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ്. IBM മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു കോഡിംഗ് സിസ്റ്റമാണ് 8-bit കോഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് കാപ്പബിൾ ഓഫ് എൻകോഡിംഗ് 256 ക്യാരക്ടേഴ്സ്, 256 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് ASCII കോഡ് ഡാറ്റ ഈസ് ടു ബി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് വിച്ച് യൂസസ് എബ്സിഡിക് റെപ്രസെൻറ്റേഷൻ, ഇറ്റ് ഈസ് നെസസറി ടു ട്രാൻസ്ഫോം ASCII കോഡ് ടു എബ്സിഡിക് കോഡ്. അതായത് അത് നമുക്ക് ASCII കോഡാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എബ്സിഡിക് കോഡിലേക്ക് മാറ്റാൻ പറ്റും. സിമിലർലി എബ്സിഡിക് കോഡ് ഡാറ്റ ഈസ് ടു ബി യൂസ്ഡ് ഇൻ ASCII കമ്പ്യൂട്ടേഴ്സ്. എബ്സിഡിക് കോഡ് ഹാസ് ടു ബി ട്രാൻസ്ഫോം ടു ASCII. അതായത് രണ്ടിലും ഉപയോഗിക്കാൻ പറ്റും. ASCIIയിൽ ഉപയോഗിച്ചിട്ടുള്ളത് എബ്സിഡിക്കിലേക്ക് മാറ്റാം, എബ്സിഡിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതിൽ ASCIIയിലേക്കും മാറ്റാൻ പറ്റും. അടുത്തത് ISCII ആണ്. ISCII സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ഓർ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതിൻ്റെ ഫുൾ ഫോം നന്നായിട്ട് നോക്കി വെക്കുക, ഇത് SCRTയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ISCIൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. ഇറ്റ് ഇസ് ആൻ എൻകോഡിംഗ് സ്കീം ഫോർ റെപ്രസെൻറ്റിംഗ് വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള റൈറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ISCII ഉപയോഗിക്കുന്നത്. ഇതിൽ 8 ബിറ്റാണ് ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് ഇവോൾവ്ഡ് ബൈ എ സ്റ്റാൻഡേർഡൈസേഷൻ കമ്മിറ്റി അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഡ്യൂറിങ് 1986 to 88 and adopted by Bureau of Indian Standards. Bureau of BIS അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. nowadays ISCII ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ യൂണിക്കോഡ്. അതായത് ISCII ഇപ്പോൾ ഇല്ല, യൂണിക്കോഡ് റീപ്ലേസ് ചെയ്തു. ഇനി യൂണിക്കോഡ് എന്താണെന്നുള്ളത് നോക്കാം. യൂസിങ് 8-bit ASCII we can represent 256 characters. This cannot represent all characters of written languages of the world and other symbols. അതായത് മറ്റുള്ള സിമ്പിൾസോ അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജസോ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. യൂണിക്കോഡ് ഈസ് ഡെവലപ്ഡ് ടു റിസോൾവ് ദിസ് പ്രോബ്ലം. അതായത് ഈ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിക്കോഡ് വന്നിട്ടുള്ളത്. It aims to provide a standard character encoding scheme which is universal and efficient. It provides a unique number for every character, no matter what the language and platform be. Unicode originally used 16-bit which can represent 65536 characters. അപ്പോൾ എത്ര ബിറ്റാണ് യൂണിക്കോഡ്? 16 ബിറ്റാണ്. എത്ര ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാം? 65536. It is mainly maintained by non-profit organizations called യൂണിക്കോഡ് കൺസോർഷ്യം. അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? യൂണിക്കോഡ് കൺസോർഷ്യമാണ്. ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. The consortium first published the version 1.0.0 in 1991 and continues to develop standards based on that original work. Nowadays Unicode has more than 16 bits and hence it represents more characters. Unicode can represent data in almost all written languages of the world. അതായത് ഈ യൂണിക്കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ റിട്ടൺ ലാംഗ്വേജിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിക്കോഡ് ഒരു കോഡിംഗ് സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വർക്ക് ചെയ്ത് 16 ബിറ്റ് അല്ല അതിനേക്കാളും കൂടുതൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അത് എന്ത് ചെയ്യും? ഡാറ്റേനെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ദ ലിമിറ്റേഷൻസ് ഓഫ് മാനുവൽ ഡാറ്റ പ്രോസസ്സിംഗ് ആർ ഓവർകം by electronic data processing and the computer is the best electronic data processor. A computer has 5 functional units such as input unit, storage unit, arithmetic logic unit, control unit and output unit. Through the data supplied to computers is of different forms. Internally these are represented using bits. Different number systems are associated with the computer and any number in one system has an equivalent from in another system. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു നമ്പർ മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു വാല്യൂ ഉണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഡിംഗ് സിസ്റ്റംസ് ആർ ഓൾസോ അവൈലബിൾ ടു റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ കമ്പ്യൂട്ടറിൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോഡിംഗ് സിസ്റ്റം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ. വി നോ ദാറ്റ് എ കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റസ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഹാർഡ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെവിടെ പറയുന്നുണ്ട്. ഓക്കെ,
അതായത് എന്താണ് the term hardware represents the tangible and visible parts of a computer which consists of some electromechanical components. അതായത് നമുക്ക് കാണാനും അതുപോലെ തന്നെ തൊടാനും പറ്റുന്ന ഭാഗങ്ങളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ് ആണ്. ദീസ് ഹാർഡ്വെയർ കമ്പോണൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് ഇതിലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. പ്രോസസ്സർ എന്താ നോക്കാം. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, പ്രോസസ്സർ എന്ന് പറയുന്നതാണ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ മൊത്തത്തിലുള്ള വർക്കിംഗ് കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രോസസ്സറാണ്. The performance of a CPU determines the overall performance of a computer. അതായത് കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് സി പി യുവിൻ്റെ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സി പി യു എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജ് ആണ്. അത് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സും അതർ കമ്പോണൻസും ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിലേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഓൾസോ റെഫേർഡ് ആസ് microprocessor. A CPU is usually plugged into a large socket on the main circuit board. അതായത് ഒരു എന്താണ് ലാർജ് സോക്കറ്റിലേക്ക് പ്ലഗ് ചെയ്തിട്ടുള്ളതാണ് സി പി യു. അതായത് ഒരു മെയിൻ സർക്യൂട്ട് ബോർഡ് മദർ ബോർഡിലേക്ക് പ്ലഗ് ചെയ്തിട്ടുള്ളതാണ് സി പി യു എന്ന് പറയുന്നത്. സിൻസ് ഹീറ്റ് ഈസ് ജനറേറ്റഡ്, അപ്പോൾ ഇവിടെ ഹീറ്റ് ജനറേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ അവിടെ എന്താവും, സി പി യു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹീറ്റ് സിങ്കും ഫാനും വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഓഫ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻറ്റൽ കോർ i3, കോർ i5, കോർ i7, AMD ക്വാഡ് കോർ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്, അതായത് ഓരോ കമ്പ്യൂട്ടറിനും ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ടാവും. അതായത് റേറ്റ് അറ്റ് വിച്ച് ദ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്. അതായത് അത് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ റേറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന ആരാ, ഇൻറ്റേർണൽ ക്ലോക്കാണ്. ദ സി പി യു റിക്വയർസ് എ ഫിക്സഡ് നമ്പർ ഓഫ് ക്ലോക്ക് ടിക്സ് ഓർ ക്ലോക്ക് സൈക്കിൾസ് ടു എക്സിക്യൂട്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻ. ഫാസ്റ്റർ ദ ക്ലോക്ക് ദ മോർ ഇൻസ്ട്രക്ഷൻസ് ദ സി പി യു ക്യാൻ എക്സിക്യൂട്ട് പെർ സെക്കൻഡ്. അതായത് ഒരു പെർ സെക്കൻഡിൽ ക്ലോക്ക്, അതായത് ഈ ഒരു ഫാസ്റ്റ് ആകുമ്പോൾ ഫാസ്റ്റായിട്ട് മോർ ഇൻസ്ട്രക്ഷൻസ് ഒരു സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. അനദർ ഫാക്ടർ ഈസ് ദ ആർക്കിടെക്ചർ ഓഫ് ദ ചിപ്പ്. അതായത് ആ ചിപ്പിൻ്റെ ആർക്കിടെക്ചറും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ നമ്പർ ഓഫ് ബിറ്റ്സ് എ പ്രോസസർ ക്യാൻ പ്രോസസ് അറ്റ് വൺ ടൈം ഈസ് കോൾഡ് വേർഡ് സൈസ്. വേർഡ് സൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ നമ്പർ ഓഫ് ബിറ്റ്സ് വേർഡ് സൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദ നമ്പർ ഓഫ് ബിറ്റ്സ് എ പ്രോസസർ ക്യാൻ പ്രോസസ് അറ്റ് വൺ ടൈം ഈസ് കോൾഡ് വേർഡ് സൈസ്. അതായത് നമ്പർ ഓഫ് ബിറ്റ്സ്, ഒരു പ്രോസസ്സറിന് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുമോ അതിനാണ് വേർഡ് സൈസ് എന്ന് പറയുന്നത്. പ്രോസസ്സർ വിത്ത് മെനി ഡിഫറെൻറ്റ് വേർഡ് സൈസസ് എക്സിസ്റ്റ്. അതായത് 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ്, 64 ബിറ്റ്, ഇത്രയും വേർഡ് സൈസിലുള്ള പ്രോസസ്സേഴ്സാണ് ഉണ്ടാവുന്നത്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് രജിസ്റ്റേഴ്സിൻ്റെ ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സി പി യുവിൻ്റെ ഇൻസൈഡിലുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സി പി യുവിന് മറ്റ് മെമ്മറികളിൽ നിന്നും ആക്സസ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ദേ ആർ ടെമ്പററി സ്റ്റോറേജ് ഏരിയാസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ഓർ ഡാറ്റ. അതായത് ടെമ്പററി സ്റ്റോറേജ് ഏരിയാസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു മെമ്മറീൻ്റെ പാർട്ടല്ല, പക്ഷേ ഇത് സ്പെഷ്യൽ അഡീഷണൽ സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ്. ഓഫർ കമ്പ്യൂട്ടേഴ്സ് അഡ്വാൻറ്റേജ് ഓഫ് സ്പീഡ്. ഓക്കെ, രജിസ്റ്റേഴ്സ് വർക്ക് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ദ കൺട്രോൾ യൂണിറ്റ് to accept, hold and transfer instructions or data and perform arithmetic or logical operations at high speed. It speeds up the execution of programs. Okay, അതായത് ഇത് രജിസ്റ്റേഴ്സ് എന്തിൻ്റെ, ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ ഡയറക്ഷനിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഡാറ്റാസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ എന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഹൈ സ്പീഡ് ആക്കാനും പറ്റും. ഓക്കെ, ഇത് പ്രോഗ്രാംസിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ്സ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ എന്നിവയാണ്.
നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അക്യുമുലേറ്റർ. ദ അക്യുമുലേറ്റർ ഈസ് എ പാർട്ട് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ദിസ് രജിസ്റ്റർ ഈസ് യൂസ് ടു സ്റ്റോർ ഡാറ്റ ടു പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. ദ റിസൾട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. അപ്പോൾ ഈ അക്യുമുലേറ്റർ എന്താണ്? അത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ പാർട്ടാണ്. അതിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? ഈ രജിസ്റ്ററിൽ അക്യുമുലേറ്ററിൽ എന്താ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷനിൽ വേണ്ട കാര്യങ്ങൾക്ക്, അതായത് അതിലുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട്, ആ ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ്റെ റിസൾട്ടും അക്യുമുലേറ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ ടു വിച്ച് ഡാറ്റ ഈസ് എയ്തർ ടു ബി റീഡ് ഓർ റിട്ടൺ ബൈ ദ പ്രോസസ്സർ. അതായത് ഇപ്പം ഡാറ്റ ഉള്ള ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ, അതായത് ഇൻഫർമേഷൻ ആയിക്കഴിഞ്ഞതിന് ശേഷം എവിടേക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് മെമ്മറി ബഫർ രജിസ്റ്റർ. ഇറ്റ് ഹോൾഡ്സ് ഡാറ്റ എയ്തർ ടു ബി റിട്ടൺ ഓർ റീഡ് ഫ്രം ദ മെമ്മറി ബൈ ദ പ്രോസസ്സർ. അതായത് പ്രോസസ്സറിൽ എന്താണ്, ഒന്നില്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദ ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ ആർ സ്റ്റോർഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്താണ്? ദ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ, അതാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇനി പ്രോഗ്രാം കൗണ്ടർ ഇറ്റ് ഹോൾഡ്സ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ. അതായത് അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ വരുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ഫുൾ ഫോംസ് പഠിച്ചു വെക്കുക. MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MBR മെമ്മറി ബഫർ രജിസ്റ്റർ, IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, PC ഫോർ പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, ചോദിക്കാറുള്ളതാണ്, ഫുൾ ഫോംസിൽ ചോദിക്കാറുള്ളതാണ്. അടുത്തത് മദർ ബോർഡാണ്. എ മദർ ബോർഡ് ഇസ് എ ലാർജ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. മദർ ബോർഡ് എന്താണ്? പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ഇതിൽ എല്ലാ മേജർ കമ്പോണൻസും പ്രോസസ്സറും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ PCB അല്ലെങ്കിൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലാണ്. ഓക്കെ, ഇതിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് മദർ ബോർഡ്. ഇതിൽ കണ്ടില്ലേ, പവർ കണക്റ്റർ, മെമ്മറി സ്ലോട്ട്, ഹീറ്റ് സിങ്ക്, CPU സോക്കറ്റ്, കണക്റ്റേഴ്സ് ഫോർ ഇൻ്റഗ്രേറ്റഡ് പെരിഫറൽസ്, പോർട്സ്, CMOS, ബാക്കപ്പ് മെമ്മറി, ബാക്കപ്പ് ബാറ്ററി. ഓക്കെ, പിന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എക്സ്പാൻഷൻ സ്ലോട്ട്സ് ഫോർ adding additional circuit boards like memory, graphics card, sound card, etc. The motherboard must be compatible with the processor chosen. Peripherals and ports. Peripherals are devices that are attached to a computer system to enhance its capabilities. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ക്യാപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യുന്നതുമായിട്ടുള്ള ഡിവൈസസ് ആണ് പെരിഫറൽസ് എന്ന് പറയുന്നത്. പോർട്സ് ഓൺ ദ മദർ ബോർഡ് ആർ യൂസ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ്. അപ്പോൾ ഇതിൽ പോർട്സ് ഇവിടെ കണ്ടില്ലേ, അത് എന്തിനാണ്? എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പെരിഫറൽസ് ഇൻക്ലൂഡ്സ്, ഈ പെരിഫറൽസ് എന്തൊക്കെയാണ്? ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ PS2 കീബോർഡ് കണക്റ്റർ, PS2 മൗസ് കണക്റ്റർ, USB പോർട്സ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്, VGA പോർട്ട്, പാരലൽ പോർട്ട്, ഓഡിയോ ഔട്ട് ജാക്ക്, മൈക്രോഫോൺ ജാക്ക്, ലൈൻ ഇൻ ജാക്ക്, ജിഗാബിറ്റ് RJ45, എതർനെറ്റ് ലാൻ പോർട്ട്, ഇതൊക്കെയാണ് പോർട്സ് വരുന്നത്. ഓക്കെ, പെരിഫറൽ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ മദർ ബോർഡ് through the ports available on the motherboard like a video graphics array, VGA, IBM personal system 2, PS2, universal serial bus, USB, ethernet, high definition multimedia interface, HDMI, etc. Let us look some of the ports on the personal computers. Okay, അപ്പോൾ ഇതിൽ ഓരോ പോർട്ടുകൾ എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സീരിയൽ പോർട്ടാണ്. സീരിയൽ പോർട്ട് അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ട്രാൻസ്മിറ്റ്സ് ഡാറ്റ 1 bit അറ്റ് എ ടൈം. അതായത് സീരിയൽ പോർട്ടിൽ 1 bit അറ്റ് എ ടൈമാണ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ ഓൾഡർ കമ്പ്യൂട്ടർ ഡിവൈസസ് സച്ച് ആസ് മോഡം, മൗസ് ഓർ കീബോർഡ് വർ കണക്റ്റഡ് ത്രൂ സീരിയൽ പോർട്ട്സ്. അതായത് പഴയ കമ്പ്യൂട്ടറുകളിൽ ഈ സീരിയൽ പോർട്ട് എന്തിനൊക്കെയാണ് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്? മോഡം, മൗസ്, കീബോർഡ്, ഇതിനൊക്കെയാണ് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സീരിയൽ cables are cheaper to make and easier to shield from interferences. അതായത് ഇത്
ഉണ്ടാക്കാൻ ചീപ്പറാണ്. അതുപോലെ തന്നെ ഈസിയർ ഷീൽഡ് ഫ്രം ഇൻ്റർഫറൻസ് സിൻസ് ഇറ്റ്സ് സ്പീഡ് ഇസ് ടു ലോ. അതായത് ഇതിൻ്റെ സ്പീഡ് ലോ ആണ്. ദേ ആർ ബീങ് റീപ്ലേസ്ഡ് ബൈ ഫാസ്റ്റർ പോർട്സ് ലൈക്ക് PS2, USB എക്സെട്ര. ഓക്കെ, സീരിയൽ പോർട്ട് ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ അതിന് പകരം എന്താണ് PS2 അല്ലെങ്കിൽ USB ആണ്. ഇതെന്താണ് പ്രശ്നം? അതിന് തീരെ സ്ലോ ആണ്, അതുകൊണ്ടാണ്. ഇനി പാരലൽ പോർട്ട്സ് ക്യാൻ ട്രാൻസ്മിറ്റ് സെവറൽ ബിറ്റ്സ് ഓഫ് ഡാറ്റ സൈമൾട്ടേനിയസ്ലി. അതായത് ഒരേ സമയം ഒന്നിലധികം, അതായത് സെവറൽ ബിറ്റ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ സീരിയൽ പോർട്ട് ആൻഡ് ഈസ് യൂസ് ടു കണക്ട് പ്രിൻ്റർ ഓർ സ്കാനർ ടു ദ കമ്പ്യൂട്ടർ. അതായത് പ്രിൻ്റർ ഓർ സ്കാനർ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരലൽ പോർട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് USB പോർട്ടാണ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് ഈസ് എ കണക്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസസ്. ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൻ്റെ ഇടയിൽ കൊടുക്കുന്നതാണ് USB എന്ന് പറയുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ബാൻഡ് വിഡ്ത്ത് ഡാറ്റ ട്രാൻസ്ഫർ ഈസ് ഫാസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ചെറിയ ഡിസ്റ്റൻസിലുള്ള കമ്മ്യൂണിക്കേഷന് USB പോർട്ടാണ് ഉപയോഗിക്കുന്നത്. USB port is used for connecting devices like a keyboard, mouse, printer, scanner, flash drive, external hard disk, etc. Okay, various types of USB ports ഇവിടെ കൊടുത്തിട്ടുണ്ട്. USB A, USB B, Mini A, Mini B, Micro AB, Micro B. Okay, USB ports are capable of supplying electric power to external devices. അതായത് USB എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ എക്സ്റ്റേണൽ ഡിവൈസസിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ദിസ് ടെക്നോളജി ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിവൈസസ് ലൈക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്, dongle, etc. which draw power from the USB port. It can also be used for power devices like mobile phones, tablets, laptops, etc. Okay, USB devices can be connected and disconnected even when there is power is on. Okay, അതായത് നമുക്ക് പവർ ഓൺ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യാനും പറ്റും. ഇനി LAN പോർട്ട്, ആൾട്ടർനേറ്റീവ്ലി റെഫേർഡ് ടു ആസ് ആൻ എതർനെറ്റ് പോർട്ട്. എതർനെറ്റ് പോർട്ട് എന്നും അറിയപ്പെടുന്നത് LAN പോർട്ടാണ്. നെറ്റ്വർക്ക് കണക്ഷൻ ആൻഡ് നെറ്റ്വർക്ക് പോർട്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട് ഇസ് എ പോർട്ട് കണക്ഷൻ ദാറ്റ് അലൗസ് കമ്പ്യൂട്ടർ ടു കണക്ട് ടു എ നെറ്റ്വർക്ക് യൂസിങ് എ വയേർഡ് കണക്ഷൻ. അതായത് ഒരു വയേർഡ് കണക്ഷനിൽ നെറ്റ്വർക്കിലേക്ക് കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യുന്നതാണ് LAN പോർട്ട്. ദ രജിസ്റ്റേർഡ് jack RJ45 is a standard type of connector used for connecting cables through LAN ports. Okay. അടുത്തത് PS2 പോർട്ടാണ്. പേഴ്സണൽ സിസ്റ്റം 2 അല്ലെങ്കിൽ PS2 പോർട്ട്സ് ആർ സ്പെഷ്യൽ പോർട്ട്സ് ഇൻവെൻറ്റഡ് ബൈ ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ് ഫോർ കണക്റ്റിംഗ് ദ കീബോർഡ് ആൻഡ് മൗസ്. കീബോർഡും മൗസും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ PS2 പോർട്ട് ചെയ്തിരിക്കുന്നത്. ദീസ് ടൈപ്സ് ഓഫ് പോർട്ട്സ് ആർ ടു സ്ലോ ആൻഡ് റീപ്ലേസ്ഡ് ബൈ ഫാസ്റ്റർ പോർട്ട്സ് ലൈക്ക് USB നൗ ഡേയ്സ്. അതായത് ഇപ്പോൾ ഇതും റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വന്നു? USB വന്നു. ഓഡിയോ പോർട്ട്സ് ലൈൻ ഇന്ന്, ലൈൻ ഔട്ട്, മൈക്ക് ഇന്ന്, ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓഡിയോ പോർട്ട്സ് ആർ യൂസ് ടു കണക്ട് ഓഡിയോ ഡിവൈസസ് ലൈക്ക് സ്പീക്കേഴ്സ്, മൈക്രോഫോൺ, ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിയോ പോർട്ട്സ് കണക്ട് ചെയ്യുന്നത്. The three small connectors shown in figures are used for connecting. Line in, sound input. Line in എന്ന് പറയുന്നത് സൗണ്ട് ഇൻപുട്ട് ആണ്. ഫ്രം എനി ഓഡിയോ ഡിവൈസ് ലൈക്ക് മൊബൈൽ, ലൈൻ ഔട്ട്, ഐപോഡ് എക്സെട്ര. ലൈൻ ഔട്ട്, സൗണ്ട് ഔട്ട് ടു കണക്ട് യുവർ PC, സൗണ്ട് ഔട്ട്പുട്ട് ടു എക്സ്റ്റേണൽ സ്പീക്കേഴ്സ്. മൈക്കിംഗ്, മൈക്രോഫോൺ ഇൻപുട്ട് പോർട്ട്. വീഡിയോ ഗ്രാഫിക്സ് അറേ, VGA പോർട്ട്. VGA is a popular display standard developed by IBM. IBM ആണ് ഡെവലപ്പ് ചെയ്തത്. The VGA port is used to connect a monitor or a projector to a computer. The VGA connector has 15 pins. 15 pins ആണ് displayed in 3 rows as indicated in figure 2.10. അടുത്തത് സൂപ്പർ VGA. SVGA was developed to support 800 by 600 resolution and was later replaced by external graphics array that supports 1024 by 768 resolution. Regardless of what resolution a monitor is able to support, they are commonly referred to as VGA. ഇനി HDMI, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. അത് ചോദിക്കാറുള്ള ഒരു ഫുൾ ഫോമാണ് HDMIൻ്റെ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ കണക്ഷൻ capable of transmitting high definition video and multi-channel audio over a single cable. To do the same thing with analog cables, we need to connect several video and audio cables. Memory, അടുത്തൊരു
സെക്ഷനാണ് മെമ്മറി. മെമ്മറി ഈസ് എ പ്ലേസ് where we can store data, instructions and results temporarily or permanently. Memory can be classified into two: primary and secondary memory. Primary memory holds data, intermediate result and results of ongoing jobs temporarily. അതായത് പ്രൈമറി മെമ്മറി ഹോൾഡ് ചെയ്യുന്നത് ഡാറ്റയും ഇൻ്റർമീഡിയറ്റ് റിസൾട്ടും പിന്നെ അതുപോലെ തന്നെ ഓൺഗോയിങ് ജോബ്സിൻ്റെ റിസൾട്ടും ഒക്കെ ടെമ്പററി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി മെമ്മറി ഉപയോഗിക്കുന്നത്. സെക്കൻഡറി മെമ്മറി ഓൺ ദ അതർ ഹാൻഡ് ഹോൾഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനൻ്റ്ലി. പെർമനൻ്റായിട്ട് നമുക്ക് ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? സെക്കൻഡറി മെമ്മറിയാണ്. ബിഫോർ ലേണിംഗ് ദ മോർ അബൌട്ട് മെമ്മറി, ലെറ്റ് us ഡിസ്കസ് ഡിഫറെൻറ്റ് മെമ്മറി മെഷറിംഗ് യൂണിറ്റ്സ്. മെമ്മറി മെഷറിംഗ് യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. നിബിൾ 4 ബിറ്റ്സ്, ഒരു ബൈറ്റ് 8 ബിറ്റാണ്. ഒരു KB അല്ലെങ്കിൽ കിലോ ബൈറ്റ് 1024 ബൈറ്റ്സ് ആണ്. ഒരു MB മെഗാബൈറ്റ് ഒരു 1024 KB ആണ്. ഒരു GB ജിഗാബൈറ്റ് 1024 MB ആണ്. ഒരു ടെറാബൈറ്റ്, ഒരു TB എന്ന് പറയുന്നത് 1024 GB ആണ്. ഒരു PB പെറ്റാബൈറ്റ് 1024 TB ആണ്. ഓക്കെ, ഇത് ചോദിക്കാറുള്ളതാണ്. ഇനി പ്രൈമറി സ്റ്റോറേജ്. Primary memory is a semiconductor memory that is accessed directly by the CPU. It is capable of sending and receiving data at a high speed. This includes mainly 3 types of memory. പ്രൈമറി മെമ്മറി 3 ടൈപ്പാണ് വരുന്നത്: റാം, റോം, ക്യാഷ് മെമ്മറി. ഓക്കെ, റാം നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി. ഇത് മെയിൻ മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് റാൻഡം ഫ്രം എനിവെയർ വിത്തിൻ റാം. അതായത് റാൻഡമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം, റിട്രീവ് ചെയ്യാം, നോ മാറ്റർ വേർ ദ ഡാറ്റ ഈസ്. ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് ടു ബി പ്രോസസ്ഡ് ബൈ ദ CPU must be placed in RAM. Okay, the contents of RAM are lost when power is switched off. Therefore, RAM is a volatile memory. Storage capacity of RAM is 2 GB and above. The speed of RAM refers to how fast the data in memory is accessed. It is measured in megahertz. മെഗാഹെർട്സിലാണ് ഇതിൻ്റെ സ്പീഡ് അളക്കുന്നത്. വെൻ കമ്പ്യൂട്ടർ ഇസ് ഇൻ യൂസ്, റാം കണ്ടെയ്ൻസ് ദ ഫോളോയിങ്. അതായത് റാമിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ, the application software currently being used, any data that is being processed. ഇനി read only memory നോക്കാം. ROM is a permanent memory that can perform only read operations and its contents cannot be easily altered. അതായത് ഈസിലി ഓൾട്ടർ. അപ്പോൾ ഇതിൽ പിന്നെ കണ്ടൻസ് നമുക്ക് ഈസി ആയിട്ട് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്. അതായത് സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ, പവർ ഓഫ് ആക്കുമ്പോഴും അതിലുള്ള ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. ROM is used in most computers to hold small special piece of boot up program known as basic input output system. BIOS സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. This software runs when computer is switched on or boots up. It checks the computer's hardware and then loads the operating system. It is slower than RAM. റാമിനേക്കാളും സ്ലോവർ ആണ്. ഓക്കെ, ഇതാണ് റോം ചിപ്പ്. മോഡിഫൈഡ് ടൈപ്സ് ഓഫ് റോംസ് എന്ന് പറയുന്നത് റോമാണ്. PROM പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ്. ഒരു പ്രാവശ്യം മാത്രം നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പ്രോംസ് ആർ പ്രോഗ്രാംഡ് അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചറിൻ്റെ സമയത്ത് മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതായത് ദാറ്റ് ക്യാൻ ബി ഇറേസ്ഡ് യൂസിങ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ആൻഡ് ക്യാൻ ബി പ്രോഗ്രാംഡ് യൂസിങ് സ്പെഷ്യൽ ഇലക്ട്രോണിക് circuits. EEPROM electrically erasable programmable read only memory which can be erased and rewrite electrically. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരുന്നത് റാമിൻ്റെയും റോമിൻ്റെയും. റാമിൻ്റെ ആദ്യം നോക്കാം. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം. ഇറ്റ് സ്റ്റോർസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ഫങ്ഷനിങ്. ഇറ്റ് അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇറ്റ് ഈസ് volatile. That is, its contents are lost when the device is powered off. ഇനി റോമിൻ്റെ പ്രത്യേകത നോക്കാം. ഇറ്റ് ഈസ് slower memory. It stores the program required to boot the computer initially. Usually allows reading only. It is non-volatile. That is, its contents are retained even when the device is powered off. ഇനി ക്യാഷ് മെമ്മറി എന്താ നോക്കാം. ക്യാഷ് മെമ്മറി ഇസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം. അതായത് പ്രോസസറിൻ്റെയും റാമിൻ്റെയും മെയിൻ മെമ്മറിൻ്റെയും
ഇടയിൽ വരുന്നതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇമ്മീഡിയറ്റ് റിസൾട്ട് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്നത്. വെൻ ദ പ്രോസസർ നീഡ്സ് to read from or write to a ROM location in RAM, it first checks whether a copy of the data is in the cache. അതായത് പ്രോസസ്സറിന് ഒരു എന്തെങ്കിലും ഒരു ലൊക്കേഷൻ, റാമിലുള്ള ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യും, ക്യാഷിലുള്ള ഡാറ്റ ചെക്ക് ചെയ്യുക, അവിടെ ഒരു കോപ്പി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് റാമിലേക്ക് പോകുള്ളൂ. ഇഫ് സോ ദ പ്രോസസർ ഇമ്മീഡിയറ്റ്ലി റീഡ്സ് ദ ക്യാഷ് വിച്ച് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ റീഡിങ് ഫ്രം റാം. അതായത് റാമിൽ നിന്ന് റീഡ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ക്യാഷിൽ നിന്ന് റീഡ് ചെയ്യും. ക്യാഷ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ റാം. റാമിനേക്കാളും എക്സ്പെൻസീവാണ് ക്യാഷ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് വർത്ത് യൂസിങ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് സിസ്റ്റം പെർഫോമൻസ്. അതായത് സിസ്റ്റം പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇമ്പോർട്ടൻ്റ് ആണ്. Commonly used cache memories and their capacities as follows. Level 1 cache 128 KB, level 2 cache 1 MB ആണ്, level 3 cache 8 MB ആണ്, level 4 cache 128 MB ആണ്. സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ഈസ് ഓഫ് പെർമനൻറ്റ് നേച്ചർ. പെർമനൻറ്റ് നേച്ചറിലുള്ള മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. Unlike the contents of RAM, the data stored in this device does not vanish when power is turned off. അതായത് പവർ ഓഫ് ആക്കുമ്പോൾ ഇതിലുള്ള ഡാറ്റ നഷ്ടപ്പെട്ടു പോകുന്നില്ല. സെക്കൻഡറി മെമ്മറി ഈസ് മച്ച് ലാർജർ ഇൻ സൈസ് ദാൻ റാം ബട്ട് ഈസ് സ്ലോവർ. അതായത് റാമിനേക്കാൾ സൈസ് വലുതാണ് പക്ഷെ സ്ലോ ആണ്. ഇറ്റ് സ്റ്റോർസ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ബട്ട് ദ പ്രോസസർ കനോട്ട് ആക്സസ് ദം ഡയറക്ട്ലി. അതായത് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയൊന്നും പ്രോസസ്സറിന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡറി മെമ്മറി ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് ഡാറ്റ ആൻഡ് പ്രോഗ്രാം ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. അതായത് സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കുന്നത് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് ബാക്കപ്പായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദ മേജർ കാറ്റഗറീസ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് ആർ മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ ആൻഡ് സെമി കണ്ടക്ടർ മെമ്മറി. ഓക്കെ, ഇനി മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് നോക്കാം. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് യൂസ് പ്ലാസ്റ്റിക് ടേപ്പ് ഓർ മെറ്റൽ ഓർ പ്ലാസ്റ്റിക് ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. Data is recorded magnetically in these devices. Read or write heads are used to access data from these devices. Some of the popular magnetic storage devices are magnetic tapes, floppy disk, hard disks. Okay. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ടേപ്പ് അല്ലെങ്കിൽ മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്ക് ആണ്. മാഗ്നറ്റിക് മെറ്റീരിയൽസ് കോട്ട് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. ഡാറ്റ മാഗ്നറ്റിക്കലി ആണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ റീഡ് ഓർ റൈറ്റ് ഹെഡ്സ് ആണ് ഇതിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ എക്സാമ്പിൾസ്? മാഗ്നറ്റിക് ടേപ്സ്, ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്. Magnetic tape is a backup device that can store huge volume of data. The cost per unit volume of a magnetic tape is less compared to other magnetic storage devices. അതായത് മാഗ്നറ്റിക് ടേപ്പ് മറ്റുള്ള മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിനെ കമ്പയർ ചെയ്തിട്ട് ഇൻഎക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് കുറവാണ്. It is a recording medium consisting of a thin tape with coating of fine magnetic material. അതായത് ഇതൊരു തിൻ ടേപ്പാണ്, മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് അനലോഗ് ഓർ ഡിജിറ്റൽ ഡാറ്റ. അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ഫ്രെയിംസ് അക്രോസ് ദ width of a tape with a read or write head. The frames are grouped into blocks or records which are separated from other blocks by gaps shown. അതായത് ഇവിടെ കൊടുത്തിട്ടില്ല. ഇത് ഈ ഒരു രീതിയിലാണ് മാഗ്നറ്റിക് ടേപ്പിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ലൊക്കേറ്റ് ഡാറ്റ ഇൻ മാഗ്നറ്റിക് ടേപ്പ്. മാഗ്നറ്റിക് ടേപ്പിൽ നമുക്ക് ആ ഒരു ഡാറ്റ ലൊക്കേറ്റ് ചെയ്യാൻ കുറേ സമയം വേണം. ആസ് ഇറ്റ് ഈസ് സീക്വൻഷ്യൽ ആക്സസ് മീഡിയം. Sequential access media ആണ് similar to an audio cassette. For example, if we need to access 100th record on the tape, we must first move through previous 99 records. The capacity of tape media is referred in terabytes. ടെറാബൈറ്റ്സിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. അതായത് ഇവിടെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 100ാമത്തെ റെക്കോർഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 99 റെക്കോർഡും അതിൽ പ്ലേ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് 100ാമത്തെ റെക്കോർഡ് കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹാർഡ് ഡിസ്ക്. ദ ഹാർഡ് ഡിസ്ക് കൺസിസ്റ്റസ് ഓഫ് മെറ്റൽ ഡിസ്ക്സ് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ കൺസീൽഡ് ഇൻ ഡസ്റ്റ് ഫ്രീ കണ്ടെയ്നേഴ്സ്. അതായത് ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള
കൺസീൽഡ് കണ്ടെയ്നേഴ്സിൽ വരുന്നതാണ്, ഫ്രീ കണ്ടെയ്നേഴ്സിൽ വരുന്ന ഡിസ്കുകൾ, മെറ്റൽ ഡിസ്ക് മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക്സ് ഹാവ് വെരി ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്സ് ആൻഡ് ലോ ആക്സസ് ടൈം. ഇറ്റ് ഈസ് മോർ ഡ്യൂറബിൾ ആൻഡ് ലെസ് എറർ പ്രോൺ. അതായത് ഡ്യൂറബിൾ ആണ്, ലെസ് എറർ പ്രോൺ ആണ്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. എ ഹാർഡ് ഡിസ്ക് മേ കണ്ടെയ്ൻ 1 or more പ്ലാറ്റേഴ്സ്. അതായത് ഒന്നിലധികം പ്ലാറ്റേഴ്സ് കാണാം. ഈച്ച് പ്ലാറ്റർ റിക്വയർസ് 2 റീഡ് ഓർ റൈറ്റ് ഹെഡ്സ്. ഓരോ പ്ലാറ്ററിനും 2 റീഡ് ഓർ റൈറ്റ് ഹെഡ് വേണം. അതായത് attached to an access arm magnifies tiny spots on the disk to store data as. അതായത് ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ വേണം. The same electromechanic head can later sense magnetic fields on the spot, allowing data to be read back from the disk. Data is stored on the surface of a platter in sectors and tracks. അതായത് സെക്ടേഴ്സും ട്രാക്സും ആയിട്ടാണ് ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ട്രാക്സ് ആർ കോൺസെൻട്രിക് സർക്കിൾസ് ഓൺ എ പ്ലാറ്റർ ആൻഡ് എ സെക്ടർ ഈസ് എ പീസ് സ്ലൈഡ്സ്ഡ് പാർട്ട് ഓഫ് എ ഡിസ്ക് പ്ലാറ്റർ ആസ് സ്റ്റോൺ. അതായത് ഇവിടെ സെക്ടർ ഇങ്ങനെയാണ്, ട്രാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഓൺലി ദെൻ ക്യാൻ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഓൺ ദ ഡിസ്ക്. അതായത് ഈ ട്രാക്കായിട്ടും സെക്ടേഴ്സായിട്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആക്സസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുള്ളൂ. ഇഫ് എ ഡിസ്ക് ഹാവിങ് ഡാറ്റ ഈസ് ഫോർമാറ്റഡ് ദെൻ ഓൾ ഡാറ്റ വിൽ ബി ലോസ്റ്റ്. അതായത് ഇവിടെ ഡാറ്റ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റ മുഴുവൻ നഷ്ടമായി പോകും. ലാർജ് ഡിസ്ക്സ് ക്യാൻ partitioned logically into distinct sections or volumes. These volumes are independent of each other and can be formatted independently. Rating of hard disk drive depends on capacity, speed and access time. Storage capacity 500 GB to 1 TB or more. Speed, how fast the disk spins, rotations per minute, usually 5400 revolution per minute, അല്ലെങ്കിൽ 7200 revolution per minute ആണ് വരുന്നത്. ആക്സസ് ടൈം ടു റിട്രീവ് ബിറ്റ്സ് ഓഫ് ഡാറ്റ ഫ്രം ഡിസ്ക് ഇൻ മില്ലി സെക്കൻഡ്സ് ആണ്. ഇനി ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് നോക്കാം. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് നോക്കാം. ഒപ്റ്റിക്കൽ ഡിസ്ക് ഈസ് എ ഡാറ്റ സ്റ്റോറേജ് മീഡിയം വിച്ച് യൂസസ് ലോ പവേർഡ് ലേസർ ബീം ടു റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ഡാറ്റ ഇൻ ടു. അതായത് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോ പവേർഡ് ലേസർ ബീം കൊണ്ട് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് ആൻ അലുമിനിയം ഫോയിൽ ഉണ്ടാവും, സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക്. 2 സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്കിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അലുമിനിയം ഫോയിൽ കൂടി വെച്ചിട്ടുണ്ട്. ഡാറ്റ ഈസ് റിട്ടേൺ ഓൺ എ സിംഗിൾ കണ്ടിന്യൂസ് സ്പൈറൽ ഇൻ ദ ഫോം ഓഫ് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഇവിടെ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, പിറ്റ്സും ലാൻഡ്സും ആയിട്ടാണ്. ഇവിടെ പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, the laser beam reads this pits and lands as zeros and ones ആയിട്ട് റീഡ് ചെയ്യും. It is very cheap to manufacture optical discs in large quantities and are popular secondary storage medium. അതായത് ഇത് ചീപ്പായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ മെയിൻ ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഡിസ്ക് CD, DVD, Blu-ray ആണ്. Compact disk CD. Compact disk is an optical storage medium capable of storing up to 700 MB of data. A CD drive uses red laser beams for reading from and writing data into CD. അതായത് CD-യിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്ന് എടുക്കാനും വേണ്ടിയിട്ട് എന്ത് ബീംസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ലേസർ ബീംസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ മാക്സിമം മീഡിയം സ്റ്റോറേജ് കപ്പാസിറ്റി, അതായത് ഇതിൽ 700 MB വരെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. 2 ടൈപ്പ് CDs ഉണ്ട്, CDRും CDRW. ഓക്കെ, ഇൻ CD റെക്കോർഡബിൾ ഡാറ്റ ക്യാൻ ബി റിട്ടേൺ once and read many times, where in CDRW rewrite disks can be erased and rewritten at any time. DVD digital versatile disk is an optical storage medium similar to CD-ROM but with a higher storage capacity. This is achieved by using smaller spots to record data. Recording and reading of data is done using DVD drive. DVD drive ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡിങ്ങും
അതുപോലെ തന്നെ റീഡിങ്ങും ചെയ്യുന്നത്. Here also red laser beam is used for doing these operations. The capacity of a DVD varies from 4.37 GB to 15.9 GB. There are three major types of DVDs: DVD-ROM, DVD-RW, and DVD-RAM. DVD-ROM read-only memory functions in the same way as CD-ROM. DVD-RW DVD rewritable disk can be erased and rewritten at any time. DVD-RAM DVD random access memory disks can record and erased repeatedly. These are compatible only with the devices manufactured by companies that support DVD-RAM format. It is compatible to DVD rewritable disk but have higher lifetime and can be erased more often than DVD-RW. A normal DVD known as DVD5 stores 4.37 GB data, whereas a dual-layer double-side DVD known as DVD18 can store 15.9 GB. Blu-ray DVD. Blu-ray is an optical disc format developed to enable recording, rewriting, and playback of high-definition video as well as storing huge amounts of data. CD and DVD technologies use red laser to read and write data, while Blu-ray format uses blue-violet laser. അതായത് ഇവിടെ blue-violet laser ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. Hence it is named and it has the name Blu-ray. And the benefit of using blue-violet laser is that it has a shorter wavelength than red laser. അതായത് red laserനെക്കാളും wavelength കുറവാണ്. അതുകൊണ്ട് തന്നെ which makes it possible to focus the laser spot with greater precision-ഓടുകൂടി ചെയ്യാൻ പറ്റും. This allows data to be packed more tightly. അതായത് ഡാറ്റ കൂടുതൽ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റും. Therefore, it is possible to store more data on the disk even though it is of the same size of CD or DVD. The format offers more than 5 times the storage capacity of traditional DVDs and can hold up to 25 GB on a single layer disk and 50 GB on dual layer disks. Semiconductor storage, flash memory. Flash drives use EEPROM chips for data storage. They do not contain any moving parts and hence they are ഷോക്ക് പ്രൂഫ്. അതായത് ഇത് മൂവ് ചെയ്യുന്ന പാർട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷോക്ക് പ്രൂഫാണ്. ഫ്ലാഷ് മെമ്മറി ഈസ് ഫാസ്റ്റർ ആൻഡ് ഡ്യൂറബിൾ വെൻ കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി. ഡിഫറെൻറ്റ് വേരിയൻസ് ഓഫ് ഫ്ലാഷ് മെമ്മറീസ് ആർ അവൈലബിൾ ടുഡേ. ഓക്കെ, ഇനി USB flash drive. A flash drive is small external storage device which consists of flash memory typical the size of human thumb. അതായത് ഒരു മനുഷ്യൻ്റെ തമ്പിൻ്റെ അത്ര വലുപ്പമുള്ള ഡിവൈസാണ്. USB flash drives are portable and rewritable. The storage capacity of a USB drive currently varies from 2 GB to 32 GB. Flash memory cards. Flash memory card is another type of flash memory. They are flat and have size of about 1 inch by 0.75 inch with a thickness about 2 mm. Memory cards currently have storage capacity in the range 1 GB to 32 GB. Flash memory cards also have a smaller version which is used within cell phones, tablets, etc. Refer. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The smaller cards are about 6 mm by 3 mm in size and are less than 1 mm thick. Role of different types of memory in computer. Okay, അതിവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഇവിടെ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഹാർഡ് ഡിസ്ക്, റാം, ക്യാഷ്, രജിസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത്. അതിനേക്കാളും കുറഞ്ഞത് ക്യാഷും, അതിനേക്കാൾ കുറഞ്ഞത് റാമും, അതിനേക്കാൾ കുറഞ്ഞതാണ് ഹാർഡ് ഡിസ്ക്. ഇവിടെ നമുക്ക് നോക്കാം സ്റ്റോറേജും സ്പീഡും കപ്പാസിറ്റിയും റിലേറ്റീവ് കോസ്റ്റ്, വോളറ്റൈൽ. ഇത് രജിസ്റ്റേഴ്സ്, ക്യാഷ്, റാം ഓർ റോം, ഹാർഡ് ഡിസ്ക് ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രജിസ്റ്ററാണ് ഫാസ്റ്റസ്റ്റ് മെമ്മറി, കപ്പാസിറ്റി ലോവസ്റ്റ് ആണ്, പിന്നെ റിലേറ്റീവ് കോസ്റ്റ് ഹയസ്റ്റ് ആണ്. ഓക്കെ, വോളറ്റൈലാണ്. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ മോർ ഫാസ്റ്റ്, അതായത് രജിസ്റ്റേഴ്സിനേക്കാളും കുറച്ച് ഫാസ്റ്റ് കുറവാണ്. കപ്പാസിറ്റി ലോ ആണ്, വെരി ഹൈ ആണ് റിലേറ്റീവ് കോസ്റ്റ്. വോളറ്റൈലാണ്. പിന്നെ റാം ഓർ റോം വെരി ഫാസ്റ്റ് ആണ്, ലോ ഓർ മോഡറേറ്റ്, കപ്പാസിറ്റി ഹൈ ആണ്, റിലേറ്റീവ് കോസ്റ്റ്. പിന്നെ വോളറ്റൈൽ യെസ് ആണ്. ഹാർഡ് ഡിസ്ക് മോഡറേറ്റ് സ്പീഡാണ്, കപ്പാസിറ്റി വെരി ഹൈ ആണ്.
റിലേറ്റീവ് കോസ്റ്റ് വെരി ലോ ആണ്. വോളറ്റൈൽ അല്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വോളറ്റൈൽ അല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഡാറ്റാസ് ഒന്നും പവർ സപ്ലൈ ഇല്ലാത്തപ്പം പോകുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് ഇവിടെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസ് ഫീഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു കമ്പ്യൂട്ടർ ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് പ്രസൻറ്റ് information from a computer system. These input-output devices are connected to the CPU through various ports or with the help of wireless technologies. Since they reside outside CPU, they are called peripherals. Okay, input devices. An input device is used to feed data into computer. It is also defined as a device that provides communication between the user and the computer. We will now discuss some input devices in detail. Keyboard is the most common input device. It allows the user to input alphabets, numbers and other characters. Keyboard detects the key pressed and generates the corresponding ASCII code, which can be recognized by the computer. The standard US keyboard introduced in 1986 as 101, അതായത് 101 keys. It has a keyboard layout called the QWERTY design. QWERTY gets its name from first 6 letters across the upper left hand corner of the keyboard as shown in figure. ഇതിൽ ഫങ്ഷൻ കീസ് ഉണ്ട്, സ്പെഷ്യൽ കീസ്, ലോക്ക് കീസ്, പിന്നെ ന്യൂമറിക് കീസ്, നോർമൽ കീസ്, ഡയറക്ഷണൽ കീസ്, ന്യൂമറിക് കീപാഡ്. Keyboard can be classified as wired and wireless. Wired keyboards are connected to the CPU through a serial or PS2 port or a USB port. Wireless keyboards are connected to the computer through infrared or radio frequency or Bluetooth connections. Portable, flexible keyboards are also available now. Now, new generation keyboards like laser keyboards that project keyboard layout to any surface are being developed. Mouse is a small handheld device used to indicate the position of a cursor or its movement on a computer display screen by rolling it over a mousepad or flat surface. A mouse has one or more buttons and possibly a scroll wheel. A scroll wheel is used for scrolling the screen vertically and horizontally. The different types of mouse are ball, optical, laser mouse. Ball mouse works on the principle of the movement of the ball, whereas optical mouse uses LED and laser mouses use laser beams for sensing the movement. Laser mouse has more precise movements when compared to other types of mouse. Wired mouse uses serial or PS2 and USB ports to communicate, whereas a wireless mouse communicates with the computer via radio waves. Light pen. A light pen is a pointing device shaped like a pen. The tip of the light pen contains a light sensitive element which when placed against the screen detects the light from the screen, enabling the computer to identify the location of the pen on the screen. Light pens have the advantage of drawing directly onto the screen. They are used by engineers, artists, fashion designers for computer-aided designing and drawing purpose. Touch screen. It is an input device that allows users to operate by simply touching on the screen display screen. Some computers, tablets, smartphones, etc. have touch-sensitive display screen. It can also be operated using a stylus, which gives more precision. Information kiosks at railway stations and bank ATMs also use a touch screen as input device. Graphic tablet. A graphic tablet consists of an electronic writing area and a special pen that works with it. Graphic tablet allows artists to create graphical images with the motions and actions similar to traditional drawing tools. The pen of the graphic tablet is pressure sensitive. Hard or soft pressure on the tablet using the pen can result in brush strokes of different width in an appropriate graphic program. Touchpad. A touchpad is a pointing device found on the portable computers and some external keyboards. It allows us to move the mouse pointer without the need of external mouse. Touchpad is operated by using finger and dragging it across
the flat surface. As the finger moves on the surface, the mouse cursor will move in that same direction. The touchpad also has 2 buttons below the touch surface that enables click. Joystick is an input device used for playing video games, controlling training simulators and robots. Joystick and other game controllers can also be used as pointing device. ജോയ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഒരു വെർട്ടിക്കൽ സ്റ്റിക്ക് ഉണ്ട്. അത് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഇത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വീഡിയോ ഗെയിംസിൽ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇറ്റ് ഹാസ് എ ബട്ടൺ ഓൺ ദ ടോപ്പ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ദ ഓപ്ഷൻ പോയിൻറ്റഡ് ബൈ ദ മൗസ്. മൈക്രോഫോൺ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് സൗണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ആക്സെപ്റ്റ് സൗണ്ട് വിച്ച് ഈസ് അനലോഗ് ഇൻ നേച്ചർ ആസ് ഇൻപുട്ട് ആൻഡ് കൺവേർട്സ് ഇറ്റ് ടു ഡിജിറ്റൽ ഫോം. അതായത് അനലോഗായിട്ടുള്ള സൗണ്ടിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ദ ഡിജിറ്റൈസ്ഡ് സൗണ്ട് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഓർ പ്ലേബാക്ക്. A computer loaded with speech recognition software like the one pre-installed in Windows 7 can convert what a person had said into text, which can be saved for word processing. A voice recognition program can process the input and convert it to machine recognizable commands. അടുത്ത സ്കാനറാണ്. അടുത്ത പാർട്ടായിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഇപ്പം തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ലോങ് ആയതുകൊണ്ട് തന്നെ സൗണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. ഇനി സോഫ്റ്റ്വെയർ കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. അത്രയും മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളൂ. അത് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.